അപ്പോൾ ഇനിയും അവർക്ക് തരാൻ മനസ്സില്ലെങ്കിൽ ആ കോപ്പിക്ക് വേണ്ടി കോടതിയെ സമീപിക്കും. യഥാർത്ഥത്തിൽ ആ കോപ്പി കിട്ടി അദ്ദേഹത്തിൻ്റെ ഇതിനെതിരെ ഞാൻ കൊടുത്ത മൊഴികൾ, തെളിവുകൾ അതെങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൃത്യമായ എവിഡൻസുകൾ രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള രേഖകളടക്കം നൽകിയതാണ്. അതെങ്ങനെയാണ് ഈ അന്വേഷണ സംഘം മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടണം. ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇനിയും പോലീസിന് അത് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ആദ്യം റിപ്പോർട്ട് ലഭ്യമാകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. റിപ്പോർട്ട് ലഭ്യമായാൽ ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് അതിലെന്ത് കള്ളക്കളിയാണ് അജിത് കുമാറിനെയും സുജിത് ദാസിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ആ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് ജുഡീഷ്യൽ ഓർ ജുഡീഷ്യൽ അന്വേഷണം. കാരണം പോലീസ് ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, നമുക്കറിയാം. ഇവിടെ ഈ പറയപ്പെടുന്ന DG ഒക്കെ മാറിയെങ്കിലും, റവാഡ പുതിയ DG ആയി വന്നെങ്കിലും ഇപ്പോഴും പോലീസ് HQ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ അജിത് കുമാറിൻ്റെയും സംഘത്തിൻ്റെയും കരാള ഹസ്തങ്ങളുടെ പിടിയിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും പരാതിക്കാരന് നൽകാതിരിക്കാനുള്ള ധൈര്യം ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കുന്നത്.